ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാനോ വെയ്റ്റ് സ്ലാബ് കട്ട് ചെയ്ത് ഒരു കിച്ചണിൽ മോഡുലാർ കിച്ചണിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോയത്. അപ്പോൾ ഇത് നാനോ വെയ്റ്റ് സ്ലാബാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് ഇത്. അത്യാവശ്യം നല്ല ഹാർഡാണ് നാനോ വെയ്റ്റ് കട്ട് ചെയ്യാൻ. നമ്മുടെ സാധാരണ സ്ലാബൊക്കെ കട്ട് ചെയ്യും പോലെ നമ്മളെ ഗ്രാനൈറ്റോ മാർബിളോ ഒന്നും കട്ട് ചെയ്യും പോലെ പെട്ടെന്ന് കട്ടായി പോകുന്ന ഒരു സ്ലാബല്ല. കാരണം ഇത് നമ്മൾ അതൊക്കെ നാച്ചുറലായിട്ട് എടുത്തിട്ട് പോളിഷ് ചെയ്ത് വരുന്ന സാധനമാണ്. പക്ഷേ ഈ നാനോ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കെമിക്കലാണ് ഫുള്ള്. അപ്പോൾ ഇത് കട്ടായി പോകാൻ അത്യാവശ്യം നല്ല പാടാണ്. നമ്മളിത് കട്ട് ചെയ്യാൻ ഏകദേശം 6-7 ബ്ലേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ സാധാരണ ഗ്രാനൈറ്റിൻ്റെ ബ്ലേഡ് ഇട്ടാണ് കട്ട് ചെയ്തത്. നമ്മളെ റെയിൻബോയുടെയും പിന്നെ നമ്മളെ ബുള്ളറ്റിൻ്റെ ബ്ലേഡൊക്കെ ഇട്ടാണ് കൂടുതലും കട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് അത്യാവശ്യം തോന്നിയത് റെയിൻബോയുടെ ബ്ലേഡാണ്, ഗ്രാനൈറ്റ് ബ്ലേഡാണ്, ബ്ലാക്ക് ബ്ലേഡാണ് അത്യാവശ്യം നല്ലതുപോലെ കട്ടായി പോയത്. എന്നിട്ട് നമ്മളിതിൽ ഏകദേശം ഒരു സ്ലാബിനെ തന്നെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്റർ പീസ് നമുക്ക് വീതി പിന്നെ കുറവായിരുന്നു, എന്നാലും നമ്മളത് വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇത് 2 സ്ലാബായിട്ട് കട്ട് ചെയ്ത് നമ്മളിത് കൊണ്ടുപോകുന്നത് 7ാമത്തെ നിലയിലാണ്. അപ്പോൾ ബാക്കി അതിൻ്റെ സ്ലൈസും കാര്യങ്ങളെല്ലാം ഇവിടെ താഴത്തെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഫുള്ള് കട്ട് ചെയ്ത് ഒന്ന് പീസൊക്കെ റെഡിയാക്കി എടുത്തത്. അല്ലാതെ മുകളിൽ നമുക്ക് കയറ്റേണ്ട വേറെ ഇതില്ലായിരുന്നു. എന്നാലും നമുക്കിതിൻ്റെ 10 അടി ഏകദേശം ഈ സ്ലാബ് നീളം വരുന്നുണ്ടായിരുന്നു. നമുക്ക് ലിഫ്റ്റ് വഴി ആ സ്ലാബ് കൊണ്ടുപോകാൻ പറ്റിയില്ല. നമ്മൾ പക്ഷേ അത് സ്റ്റെയർ വഴിയാണ് കയറ്റിയത്. ബാക്കിയുള്ള പീസൊക്കെ ഇതേപോലെ ലിഫ്റ്റ് വഴിയാണ് മുകളിൽ നമ്മൾ എത്തിച്ചത്. അത്യാവശ്യം 2 സ്ലാബായിരുന്നു കേസ്. 2 സ്ലാബാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് ഈ കാണുന്ന കിച്ചണിലോട്ടാണ് അത് അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്ന ഒരു കിച്ചണായിരുന്നു ഇത്. കിച്ചണിലോട്ട് മാത്രമല്ല, നമ്മളെ ഫ്രണ്ട് നമ്മളെ വാഷ് കൗണ്ടർ, അതേപോലെ TV സ്റ്റാൻഡ്, പിന്നെ അവരുടെ ഫ്രണ്ട് ചെരുപ്പ് വയ്ക്കുന്ന അവിടെ അതൊക്കെ ചെയ്യേണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഗമ്മ് വെച്ച് പിന്നെ നമ്മൾ ശേലം അക്രിലിക് പെയിൻറ്റ് കൂടെ ചേർത്ത് വൈറ്റിൻ്റെ കളർ ഇട്ടാനെന്ന് വെച്ചാൽ കാണാൻ എഡ്ജൊക്കെ ഒട്ടിക്കാൻ കണക്കിനാണ് നമ്മൾ ഈ ഗമ്മ് വെച്ച് ഇത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം എഡ്ജ് കനൊട്ടിച്ച് ഈ വൈറ്റ് ഇതാണ് അടച്ചു കൊടുത്തത്. നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഗമ്മാണത്. എന്നിട്ടാണ് ബാക്കി ഇതിൻ്റെ വാൾട്ടയിലും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചത്. നമ്മൾ ഈ ഗമ്മിട്ട് തന്നെയാണ് ഈ സ്ലാബ് ഉറപ്പിക്കുകയും ചെയ്തത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ ബാക്കി വന്ന പീസ് അതിൻ്റെ സെൻറ്റർ പോർഷൻ വന്ന പീസാണ് ആ കട്ട് ചെയ്ത് അവിടെ ഇട്ടത്. ഇത് നമ്മൾ എഡ്ജ് ഒട്ടിച്ച് നമ്മൾ വാൾട്ടയിൽ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തതാണ്. നമ്മൾ വാൾട്ടയിൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കബോർഡിൻ്റെ മേളിൽ ചെയ്യുമ്പോൾ എപ്പോഴും അടിയിലൊരു സ്പേസർ ഗ്യാപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം വെള്ളമൊന്നും ഇറങ്ങി ലീക്കേജ് ഒന്നും ഉണ്ടാവാതെ നമ്മളെ കബോർഡ് പിന്നീട് വെള്ളം ഇറങ്ങി കംപ്ലൈൻറ്റ് ആവാതെ ഇങ്ങനെ അടിയിലൊരു സ്പേസർ ഗ്യാപ്പ് കൊടുത്താണ് നമ്മൾ ചെയ്തത്. അപ്പോക്സി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിപ്പോവും. ഇവിടെ വാഷ് കൗണ്ടർ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഇത് രണ്ടാമതാണ് പിന്നെ ഈ ടൈൽസ് എടുത്ത് നമ്മളെ വാഷ് കൗണ്ടർ അവർ ചെയ്തത്. അതും നമ്മൾ എഡ്ജ് ഒട്ടിച്ച് കനം ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്ന നമ്മളെ സിങ്ക് അടുപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരച്ച് ഈ സിങ്ക് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ സൈഡ് അതിൻ്റെ എഡ്ജ് കുറഞ്ഞൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഈ അടുപ്പ് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ലെഫ്റ്റ് ഹാൻഡൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പുള്ളി അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തത്. കാരണം ഇതിൻ്റെ അടിയിൽ കബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ബ്ലേഡ് നന്നായി ഓടി പോകുന്നില്ലായിരുന്നു. അടിയിൽ അവരുടെ കബോർഡും ആ ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ അവരുടെ കബോർഡും കൂടെ കട്ട് ചെയ്താണ് നമ്മളത് ചെയ്തത്. അവരുടെ കട്ടർ മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കട്ടറൊക്കെ കട്ട് ചെയ്ത് ആ കബോർഡ് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ അടുത്ത പ്രശ്നം, അതിൻ്റെ അടിയിൽ അവരുടെ അടിയിൽ കൂടെ പോകുന്ന ആ സപ്പോർട്ടിൻ്റെ കാലെടുത്തായിരുന്നു. പിന്നെ അതും നമ്മളെ അടുപ്പിൻ്റെ കാലിറങ്ങിപ്പോൾ കണക്കിന് കുതഞ്ഞാണ് ഇറക്കിയത്. പിന്നെ ഇങ്ങനെയാണ് കേസ്. ഇതിൻ്റെ സിങ്ക് നമ്മൾ സൈഡ് ആ ബ്രീഡിങ് പിടിക്കാൻ വേണ്ടി അതിനൊരു 3 മില്ലി കനത്തിന് കട്ട് ചെയ്ത് നമ്മൾ ശാലടിച്ച് അതിനകത്താണ് സിങ്ക് ഇറക്കി വെക്കുന്നത്. അതിൽ പിന്നെ അപ്പോക്സ് ചെയ്ത് അതിനെ ഉറപ്പിക്കാറാണ് പതിവ്. എന്നിട്ട് സൈഡ് അപ്പോക്സ് ചെയ്ത് നമ്മളതിനെ ഫുള്ള് ക്ലിയറാക്കി നീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് കുതഞ്ഞെടുക്കാൻ അത്യാവശ്യം പണിയുണ്ട്. കാരണം അടന്നൊക്കെ പോകുന്നത് നല്ല പാടാണ്. എന്നാലും നമ്മൾ ഗെൻഡി മെഷീനിൽ വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. ഗെൻഡി മെഷീൻ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതല്ല. എന്നാലും നമ്മൾ വെള്ളം ഉപയോഗിച്ചാൽ ഇത് കട്ടായി പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി ആ ഒരു റേഞ്ചിൽ നിൽക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഇനി ഇതിൽ പോളിഷ് മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് സിങ്കൊക്കെ കട്ട് ചെയ്ത് ഇറക്കി അത്യാവശ്യം സ്പേസർ ഗ്യാപ്പും വെള്ളമൊക്കെ ഓടിപ്പോകാൻ കണക്കിനുള്ള ഇതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നമ്മളെ പോളിഷാണ്. അത് ഇനി നമ്മൾ സാധാ പേഡ് കൊണ്ട് അടിച്ചതിന് ശേഷം പിന്നെ കല്ലുകൊണ്ട് വെള്ളം വെച്ച് പോളിഷ് ചെയ്ത് ഫുള്ള് നീറ്റാക്കി എടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗൈസ്.